നമ്മുടെ രാജ്യത്തേക്ക് ബൾക്ക് ഡ്രഗ് സബ്സ്റ്റൻസസും അതേപോലെ തന്നെ ഫിനിഷ്ഡ് ഫോർമുലേഷൻസും ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ മാൻഡേറ്ററി ആണ്. ദാറ്റ് ഈസ് വൺ ഈസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് ദ അതർ വൺ ഈസ് ഇമ്പോർട്ട് ലൈസൻസ്. ഓക്കെ, സോ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് ഇമ്പോർട്ട് ലൈസൻസ് ആർ മാൻഡേറ്ററി ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ബൾക്ക് ഡ്രഗ് സബ്സ്റ്റൻസ് ആസ് വെൽ ആസ് വാട്ട് ഫിനിഷ്ഡ് ഫോർമുലേഷൻ. ബൾക്ക് ഡ്രഗ് സബ്സ്റ്റൻസും ഫിനിഷ്ഡ് ഫോർമുലേഷനും വേണ്ടിയിട്ടാണ് വരുന്നത്. അതായത് എന്താ അതിന്റെ അർത്ഥം? ബൾക്ക് ഡ്രഗ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് അല്ലെ. അപ്പൊ ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നെങ്കിലോ അതേപോലെ തന്നെ നമ്മുടെ ഫോർമുലേഷൻ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നെങ്കിലോ വേണ്ട രണ്ട് സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ രണ്ട് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ രണ്ട് മാൻഡേറ്ററി ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇത്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഇമ്പോർട്ട് ലൈസൻസും. ഓക്കെ, സോ 1/1/2003 മുതലാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആണ്. ഓക്കെ, 1/1/2003 മുതലാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് to be issued by whom? ലൈസൻസിങ് അതോറിറ്റി. അതോടെ ഓർക്കുക. ഓക്കെ, സോ ഇറ്റ് ഇസ് ഫൗണ്ട് ടു ബി വാട്ട് ആർ മാൻഡേറ്ററി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവിടുന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ഇവിടെ അടുത്തൊരു മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ആ പ്രെമിസസും അതുപോലെ തന്നെ ഡ്രഗ്സ് എല്ലാം തന്നെ നമുക്ക് എന്തായിരിക്കണം? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് എടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ അങ്ങനത്തെ നിർബന്ധമായ വർഷം എന്ന് പറയുന്നത് 2003 ആണ്. ഓക്കെ, സോ ഈ കാര്യം ഒന്ന് ഓർക്കുക. ഇനി ഇവിടെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ബൾക്ക് ഡ്രഗ് സബ്സ്റ്റൻസിനും ഫിനിഷ്ഡ് ഫോർമുലേഷനും ആണെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു എക്സെപ്ഷൻ കേസ് ഓർക്കാനുണ്ട്. ദാറ്റ് ഈസ് ഇനാക്റ്റീവ് ആയിട്ടുള്ള ബൾക്ക് ഡ്രഗ് സബ്സ്റ്റൻസിന് ആര് വേണ്ട? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇസ് നോട്ട് റിക്വയർഡ്. ഓക്കെ, അപ്പൊ ഇത് പറയാൻ കാരണം നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തരുവാണ്. Registration certificate is required for the import of an inactive bulk drug substance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ അതൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത ആ പോയിന്റ് പറഞ്ഞത്. അത് എന്താണ് ഇനാക്റ്റീവ് ബൾക്ക് ഡ്രഗ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഫോർമുലേഷൻ ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ് ആയിരുന്നാലും ഡൈലുവൻസ് ആയിരുന്നാലും ഒക്കെ എന്താണ്? ഇനാക്റ്റീവ് ബൾക്ക് ഡ്രഗ് സബ്സ്റ്റൻസിൽ വരുന്നതാണ്. ഓക്കെ, മറ്റത് ആക്റ്റീവ് ബൾക്ക് ഡ്രഗ് സബ്സ്റ്റൻസ് അഥവാ ബൾക്ക് ഡ്രഗ് സബ്സ്റ്റൻസ്, മറ്റത് ഫോർമുലേഷൻ. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങൾക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആസ് വെൽ ആസ് വാട്ട് ഇമ്പോർട്ട് ലൈസൻസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇനാക്റ്റീവ് ബൾക്ക് ഡ്രഗ് സബ്സ്റ്റൻസ് എന്ത് വേണ്ട? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇസ് നോട്ട് റിക്വയർഡ്. ഓക്കെ, അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർക്കുക. അപ്പൊ ഇതിനുള്ള ആപ്ലിക്കേഷൻ ആർക്കാണ് കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അഥവാ സിഡസ്കോ. രണ്ട് രീതിയിലും ചോദിക്കാം കേട്ടോ. കാരണം ഹെഡ് ഓഫ് ദ സിഡസ്കോ എന്ന് പറയുന്നത് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, പിന്നെ ഇനി അടുത്തൊരു കാര്യം ഇതിൽ ഓർക്കാനുള്ളത് ഇതിന്റെ വാലിഡിറ്റി ആണ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെതായിരുന്നാലും ഇമ്പോർട്ട് ലൈസൻസിൻ്റെതായിരുന്നാലും വാലിഡിറ്റി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഓക്കെ, സോ 3 years ആണ് അതിന്റെ വാലിഡിറ്റി. അതും ഓർത്തു വെക്കുക കേട്ടോ. ഇനി മറ്റൊരു കാര്യം ഇതിൽ ഓർക്കാനുള്ളത്, ഇപ്പൊ ഒരു ഇമ്പോർട്ടറിന് ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒന്നിലധികം ഡ്രഗ്സ് ഇമ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെയിം പ്രെമിസസിലാണ് ഇവരിപ്പോ അതിന്റെ യൂസ് ചെയ്ത് മാനുഫാക്ചർ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട? സെപ്പറേറ്റ് ആയിട്ട് ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതേസമയം പ്രിമിസസ് മാറുന്നു, ഒന്നിലധികം ഫാക്ടറീസിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് വേണം? സെപ്പറേറ്റ് ലൈസൻസ് ആവശ്യമാണ്. ഓക്കെ, സോ അപ്പൊ ആ ഒരു പോയിന്റും കൂടിയിട്ട് ഓർക്കുക. ഇത്രയാണ് നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആസ് വെൽ ആസ് ഇമ്പോർട്ട് ലൈസൻസിന്റെ ആണ് മാൻഡേറ്ററി എന്നുള്ളത് വന്നത്. ഇനി ഇതിനെ പറ്റിയാണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് നമ്മൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ കേസ് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഇനി എല്ലാ ഫോംസും നമ്മൾ പഠിച്ച കാര്യങ്ങളും ഒന്നുകൂടെ തറവാക്കുവാണേ. അപ്പൊ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഫോംസ് പഠിച്ചപ്പോൾ എവിടെയെങ്കിലും ഒക്കെ പഠിച്ചായിരുന്നോ? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഫോം ഏതാണ്? ഫോം 40 അല്ലെ. ഫോം 40 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുക. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇസ് ഇഷ്യൂഡ് ഇൻ ദ Form 41. Okay, so application for the issue of registration certificate for the import of drugs എന്ന് പറയുന്നത് Form 40 and registration certificate is issued in Form 41. Okay, അപ്പോൾ ഇത് മറന്നു പോകാതെ നോക്കുക. ഇനി ഇതേപോലെ തന്നെ നമ്മൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മള് ഷെഡ്യൂൾസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ ടു ബി സബ്മിറ്റഡ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഏത് ഷെഡ്യൂളിൽ പറഞ്ഞു? ഷെഡ്യൂൾ D1-ലും D2-ലും നമ്മൾ പറഞ്ഞു അല്ലെ. ഷെഡ്യൂൾ D1 D2-ലാണ് അത് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോ അതും ഒന്ന് ഓർക്കുക. അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് പറഞ്ഞു തരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തറവാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പൊ ഷെഡ്യൂൾ D1 D2-ന്റെ കേസ് അതൊന്ന് ഓർക്കുക. അപ്പൊ ഷെഡ്യൂൾ D ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ഡ്രഗ്സ് എക്സെപ്റ്റഡ് ഫ്രം ദ പ്രൊവിഷൻസ് ഓഫ് ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ് അല്ലെ. പിന്നെ ഷെഡ്യൂൾ D3 ആയിരുന്നെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു? കോസ്മെറ്റിക്സിൽ ഇതേ കാര്യം തന്നെ കോസ്മെറ്റിക്സിലേക്ക് വരുമ്പോൾ ഷെഡ്യൂൾ D3 ആയി. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഒന്ന് റീകളക്ട് ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ഇത്ര കാര്യങ്ങളെ നമുക്ക് ഓർക്കാനുള്ളൂ.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് ഇമ്പോർട്ട് ലൈസൻസ്. ഇമ്പോർട്ട് ലൈസൻസ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് തറവാക്കാം. ഇമ്പോർട്ട് ലൈസൻസ് ഏതായിരുന്നു? ഇമ്പോർട്ട് ലൈസൻസ് എന്ന് പറയുമ്പോൾ ഫോം 10 10A അല്ലെ? ഇമ്പോർട്ട് ലൈസൻസിന്റെ ഫോംസ് എന്ന് പറയുന്നത് ഫോം 10 ഫോം 10A ആയിരുന്നു അല്ലെ? ഫോം 10 ഏതിലായിരുന്നു? അതർ ദാൻ ഷെഡ്യൂൾ എക്സ് ഡ്രഗ്സിന്റെ കേസ് വരുമ്പോഴത്തേക്കും ഫോം 10. ഇൻ ദ കേസ് ഓഫ് ഷെഡ്യൂൾ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഫോം 10A അല്ലെ? ഇത് അതേഴ്സും. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ ഏതായിരുന്നു ഫോം വരുന്നത്? ആപ്ലിക്കേഷൻ വരുമ്പോൾ 8 8A അല്ലെ? ആപ്ലിക്കേഷൻ അതേഴ്സിന്റെ കേസിൽ 8 അതേസമയം ഷെഡ്യൂൾ എക്സിന്റെ കേസിൽ 8A. ഓക്കെ, പിന്നെ നമുക്കൊരു 9 ഉണ്ടായിരുന്നല്ലോ. 9 എന്തായിരുന്നു? അണ്ടർടേക്കിംഗ് അക്കമ്പനിങ് ദീസ് ആപ്ലിക്കേഷൻ ഫോം അല്ലെ? അപ്പൊ നമ്മൾ അത് വീണ്ടും ഒന്ന് ഓർത്തു. ഇനി അടുത്തത് നമുക്ക് എന്തായിരുന്നു വരുന്നത്? 11 11A അല്ലെ? 11 11A എന്തായിരുന്നു? എന്തിന്റെയൊക്കെ ലൈസൻസ് ആയിരുന്നു 11 11A? 11 എന്ന് പറയുന്നത് നമ്മുടെ അതായത് നമ്മുടെ രാജ്യത്തേക്ക് ആക്ച്വലി അനുവദനീയമല്ല, പക്ഷെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുവാണ്. എന്തിനു വേണ്ടിയിട്ട്? ടെസ്റ്റ് ചെയ്യാനോ അനാലിസിസിനോ എക്സാമിനേഷനോ ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് രാജ്യത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അനുവദനീയമായി കിട്ടുന്ന ലൈസൻസ് ഫോം എന്ന് പറയുന്നത് ഏതിലാണ്? ഫോം നമ്പർ 11ലാണ് ഇഷ്യൂ ചെയ്ത് കിട്ടുക. അതേപോലെ തന്നെയാണ് നമുക്ക് ഏത് വരുന്നത്? ഈ എന്തെങ്കിലും മാരകമായ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഡ്രഗ്സ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല, പക്ഷെ മറ്റു രാജ്യത്ത് എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നു, നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അത് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ കൺസേൺ ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണറുടെ ആപ്ലിക്കേഷനോട് കൂടിയിട്ടാണ് ചെയ്യുക. സോ അപ്പൊ അത് ഇഷ്യൂ ചെയ്ത് ലൈസൻസ് അല്ലെങ്കിൽ പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് വരുന്ന ഫോം എന്ന് പറയുന്നത് ഏതാണ്? 11A ആണ്. അപ്പൊ 11 11A കിട്ടി അല്ലെ? അപ്പോ ഇതില് നമുക്ക് ഈ 11A കേസിൽ ഒരു കാര്യവും കൂടിയിട്ട് ഓർക്കാനുണ്ട്. എന്തായിരുന്നു? ഇങ്ങനെ അനുവദിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? നോട്ട് എക്സീഡിങ് 100 ആവറേജ് ഡോസസ് പെർ പേഷ്യന്റ്. ഓക്കെ, നോട്ട് എക്സീഡിങ് 100 ആവറേജ് ഡോസസ് പെർ പേഷ്യന്റ് ആണ് എന്നുള്ള കാര്യം കൂടിയിട്ട് ഓർക്കുക. ഓക്കെ, പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം ഓർമ്മയുണ്ടല്ലോ. ആപ്ലിക്കേഷൻ ഫോം ഏതായിരിക്കും? അപ്പോ 12 അതേപോലെ തന്നെ 12AA അല്ലെ? 12 12AA ആണ് വരുന്നത് ആപ്ലിക്കേഷൻ ഫോം. ഇതിൻ്റെതാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം 12, ഇതിൻ്റെതാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം 12AA. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വരുന്നത് പേഴ്സണൽ യൂസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു അല്ലെ? 12Aയും 12B. പേഴ്സണൽ യൂസിനെ കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം അല്ലെ? എങ്ങനെയൊക്കെയായിരുന്നു? ഇറ്റ്സ് എ പാർട്ട് ഓഫ് ബോണഫൈഡ് ബാഗേജ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് ബോണഫൈഡ് ലഗേജ്. ഓക്കെ, അതായത് ഇപ്പോ ഒരു 100 യൂണിറ്റ്സ് വരെ മാക്സിമം നോട്ട് എക്സീഡിങ് 100 ആവറേജ് ഡോസസ് ആണ്. അപ്പൊ അതുവരെ എന്ത് ചെയ്യുന്നുണ്ട്? അലൗഡ് ആണ് എന്ത് ബോണഫൈഡ് ബാഗേജിലേക്ക് അതിന്റെ ഒരു പാർട്ടായിട്ട് നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ട സാധനങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുവരാനായിട്ട് അലൗഡ് ആണ്. അതിന്റെ എമൗണ്ടും കൂടിയിട്ട് ഓർക്കുക, ദാറ്റ് ഇസ് 100 ആവറേജ് ഡോസസ്. ഓക്കെ, സോ മാക്സിമം ഡസ് നോട്ട് എക്സീഡ് വാട്ട് 100 ആവറേജ് ഡോസസ് എന്നാണ് പറയാ പേഴ്സണൽ യൂസിന്റെ കേസ് വരുമ്പോൾ. ഓക്കെ, സോ അപ്പോ അതും കൂടിയിട്ടൊന്ന് ഓർക്കുക. പക്ഷെ അതേസമയം ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് പേഴ്സണൽ ബാഗേജ് അല്ലെങ്കിൽ ബോണഫൈഡ് ബാഗേജ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? പെർമിറ്റ് ഇസ് റിക്വയർഡ്. ആൻഡ് ദാറ്റ് പെർമിറ്റ് എന്ന് പറയുന്നത് ഏതിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുക? 12A എന്നുള്ളതിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ലൈസൻസ് കിട്ടുന്നത് 12Bയിലാണ്, അല്ലെങ്കിൽ ആ പെർമിറ്റ് കിട്ടുന്നത് 12B എന്നുള്ള ഫോമിലാണ് പെർമിറ്റ് കിട്ടുക. ഓക്കെ, സോ അത് റീസണബിൾ ക്വാണ്ടിറ്റിയിൽ മാത്രമേ അങ്ങനെ അലോ ചെയ്യത്തുള്ളൂ. അത് ഇഷ്യൂ ചെയ്യുന്നത് ലൈസൻസിങ് അതോറിറ്റിയാണ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയായിരിക്കണം അത് കൊണ്ടുവരാനായിട്ട് അനുവദിക്കുക. ഓക്കെ, സോ അപ്പൊ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളും കൂടിയിട്ട് ഒന്ന് ഓർക്കുക. പിന്നെ നമ്മൾ ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോംസ് വേറെ എവിടെയെങ്കിലും പഠിച്ചായിരുന്നോ? പഠിച്ചിട്ടുണ്ടല്ലേ? എവിടെയായിരുന്നു അത്? ന്യൂ ഡ്രഗ്സിന്റെ ഇമ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇമ്പോർട്ടിനും മാനുഫാക്ചറിനും ഉള്ള ആപ്ലിക്കേഷൻ ഫോമായിട്ട് നമ്മൾ വേറെ അടുത്തൊരു സെക്ഷൻ പഠിച്ചിരുന്നല്ലോ. അതെവിടെയായിരുന്നു? 44, 45, 45A അല്ലെ? അപ്പോ 44 എന്ന് പറയുന്നത് എന്തായിരുന്നു? ആപ്ലിക്കേഷൻ ആയിരുന്നു. ഇമ്പോർട്ട് അല്ലെങ്കിൽ മാനുഫാക്ചർ ഓഫ് ന്യൂ ഡ്രഗ്സിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് 44. അതേപോലെ തന്നെ ക്ലിനിക്കൽ ട്രയൽസ് അണ്ടർഗോ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ എന്ന് ചോദിച്ചിരുന്നാലും ഏത് തന്നെയാണ് വരുന്നത്? 44 തന്നെയാണ്. ഇനി അടുത്തത് 45 ആവുമ്പോഴത്തേക്കോ നമ്മുടെ ഫിനിഷ്ഡ് ഫോർമുലേഷൻസിന്റെ ന്യൂ ഡ്രഗ്സിന്റെ ഫോർമുലേഷൻ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് കിട്ടുന്നതാണ് ഏത്? 45. ഓക്കെ, സോ ദ ലൈസൻസ് ടു ഇമ്പോർട്ട്
ന്യൂ ഡ്രഗ് ഫോർമുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോം 45 ആണ്. ഓക്കെ, ഇനി ലൈസൻസ് ടു ഇമ്പോർട്ട് ന്യൂ ബൾക്ക് ഡ്രഗ് സബ്സ്റ്റൻസ് എന്നാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ എന്താണ് വരിക? 45A ആണ് വരിക. ഓക്കെ, സോ അപ്പോ അതെല്ലാം ഒന്ന് ഓർക്കുക. പിന്നെ ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ് ഏത്? ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ. ഓക്കെ, സോ ഇതിന്റെ കൂടെ നമ്മൾ 45 46 പറയുന്നുണ്ടല്ലോ. ഏതായിരുന്നു? നമ്മൾ ഇവിടെ മാനുഫാക്ചറിങ് പറഞ്ഞതുപോലെ തന്നെ മാനുഫാക്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ലൈസൻസ് ആയിരുന്നു ഏത്? 46 അല്ലെ? അപ്പോ ഈ 45 46 തന്നെയാണ് ഏതിന് വരുന്നത്? ഫിക്സഡ് ഡോസ് കോമ്പിനേഷനും വരുന്നത് എന്നുള്ളത് ഓർക്കുക. ഇതെല്ലാം ഓരോ ചോദ്യങ്ങളാണ്, അപ്പൊ അതുകൊണ്ട് അതും കൂടി ഓർക്കുക കേട്ടോ. അപ്പൊ ഫിക്സഡ് ഡോസ് കോമ്പിനേഷന്റെ ഇമ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഏതിലാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഫോം ആണത്? which is form 45. മാനുഫാക്ചറിംഗിനാണെങ്കിൽ 46. അത് നമ്മൾ മാനുഫാക്ചറിംഗ് പഠിക്കുമ്പോൾ വരും. സോ അപ്പോൾ ഇതും കൂടിയിട്ട് ഓർക്കുക. ഇനി നമുക്ക് ഈ ഒരു ആക്ടിനോടൊപ്പം തന്നെ വേറൊരു ആക്ടും കൂടിയിട്ട് ഇമ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. അത് എന്തായിരുന്നു? സീ കസ്റ്റംസ് ആക്ട് അല്ലെ? സോ സീ കസ്റ്റംസ് ആക്ടിന്റെ വർഷം 1878. ഈ വർഷത്തിൽ വന്ന ആക്ട് ഓൾറെഡി റിപ്പീൽഡ് ആണ്. ഇപ്പൊ നിലവിലുള്ളത് 1962 ആണ്. അപ്പോ 2 ഇയറും ഒന്ന് ഓർത്തു വെച്ചേക്കാം. സീ കസ്റ്റംസ് ആക്ട് 1878 എന്നോ അല്ലെങ്കിൽ സീ കസ്റ്റംസ് ആക്ട് 1962 എന്നോ ചോദിക്കാം. അപ്പൊ ഇത് രണ്ടും ഓർത്തു വെച്ചേക്കാം. അപ്പൊ ഈ ഒരു ആക്ടും കൂടിയിട്ട്, കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. സോ കസ്റ്റംസിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ? അപ്പോ ഈ 2 ആക്ടും കൂടിയിട്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെ സെക്ഷൻ 18 ഓക്കെ, ആ സെക്ഷൻ 18 പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്ത ഡ്രഗ്സും കോസ്മെറ്റിക്സും ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു ആക്ടിന്റെ സെക്ഷൻ 18 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ അത് കൂടിയിട്ടൊന്ന് ഓർക്കാം. അപ്പൊ ഇങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്ത ഡ്രഗ്സ് ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്താൽ അതിന് ശിക്ഷ കൊടുക്കണ്ടേ? അപ്പോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ശിക്ഷ എവിടെയാ പറയുന്നത്? നമ്മുടെ ആക്ടില് സെക്ഷൻ 30 അല്ലെ? സെക്ഷൻ 13 ഓഫ് ഡിആൻസി ആക്ട് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് ഓഫ് ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആയിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോ അതില് ഫസ്റ്റ്ലി ഓർക്കാനുള്ളത് ഇമ്പോർട്ട് ഓഫ് അഡൾട്ടറേറ്റഡ് ഡ്രഗ്, spurious cosmetics or cosmetics that contains what are harmful ingredients. Okay, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഏതൊക്കെ സെക്ഷൻ ആയിരിക്കും വരുന്നത്? നമ്മൾ ഓൾറെഡി സെക്ഷൻ പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, 9 മുതൽ മിസ്ബ്രാൻഡഡ് ഡ്രഗ്സ്, അഡൾട്രേറ്റഡ് ഡ്രഗ്സ്, സ്പ്യൂരിയസ് ഡ്രഗ്സ്, മിസ്ബ്രാൻഡഡ് കോസ്മെറ്റിക്സ്, സ്പ്യൂരിയസ് കോസ്മെറ്റിക്സ്. അപ്പോ 9A ആണ് അല്ലെ ഇത് വരുന്നത്. സോ 9A, 9B, പിന്നെ അടുത്തത് 9D ആണ്. 9D ആണ് സ്പ്യൂരിയസ് കോസ്മെറ്റിക്സ്. കാരണം ഞാനിത് എടുത്ത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇവിടെ മിസ്ബ്രാൻഡഡ് വരുന്നില്ല എന്നുള്ളത് ഓർക്കുക കേട്ടോ. മിസ്ബ്രാൻഡഡ് ഇവിടെ വരുന്നില്ല. ഇവിടെ അഡൾട്രേറ്റഡ്, സ്പ്യൂരിയസ് ആയിട്ടുള്ള കേസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അഡൾട്രേറ്റഡ് ഡ്രഗ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം കൺട്രാവെൻഷൻ ഓഫ് സെക്ഷൻ 9A എന്ന് പറഞ്ഞ് ചോദിക്കാം. അഡൾട്രേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് സെക്ഷൻ 9A അല്ലെ? അപ്പോ കൺട്രാവെൻഷൻ ഓഫ് സെക്ഷൻ 9A എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ചോദിക്കാം. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അഡൾട്രേറ്റഡ് ഡ്രഗ്സ്, ഇമ്പോർട്ട് ഓഫ് അഡൾട്രേറ്റഡ് ഡ്രഗ്സ്, spurious cosmetics or cosmetics that contains what are harmful ingredients import ചെയ്താൽ, that is contravention of section 9A, 9B, 9D. ഓക്കെ, ഇതാണ് എന്നുണ്ടെങ്കിൽ ഇതിനുള്ള ശിക്ഷ എന്താണ് വരുന്നത്? imprisonment up to 3 years imprisonment plus what fine up to 5,000 rupees. Okay, so imprisonment up to 3 years and fine up to 5,000 rupees എന്ന് പറയുന്നതാണ് ഇതിന്റെ പെനാൽറ്റി. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ വരുന്ന ഒരു പെനാൽറ്റി ആണ് ആർക്കുള്ളത്? സെക്ഷൻ 10A കൺട്രാവെൻഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് സെക്ഷൻ 10A എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഹാവ് ദ പവർ ടു മേക്ക് റൂൾസ് അല്ലെ? അപ്പൊ ആ ഒരു റൂൾസിന്റെ എന്തെങ്കിലും വയലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, ആ സെക്ഷൻ 10A കൺട്രാവെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ കൊടുക്കുന്ന ശിക്ഷ, ഓക്കെ, അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? 3 years, up to 3 years imprisonment or up to 5,000 rupees fine or both.
ഓക്കെ, ഇവിടെ ആൻഡ് ആണ്, ഇവിടെ ഓർ ആണ്. കാരണം നമുക്ക് ഓപ്ഷൻസ് വരുമ്പോ ഇവിടെ ഓറിട്ടൊക്കെ തരാറുണ്ട് കേട്ടോ. അങ്ങനെ ഓപ്ഷൻസ് മൾട്ടിപ്പിൾ ചോയ്സിൽ വരാറുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ച് തന്നെ പഠിക്കാം. ഇതിവിടെ എന്തായിരുന്നു, 3 വർഷം വരെ തടവും 5000 രൂപ വരെ പിഴയും. ഓക്കെ, രണ്ടും ഉണ്ട്. അതേസമയം ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്, 3 വർഷം വരെ തടവോ 5000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണേ. 3 years up to 3 years imprisonment or up to 5000 rupees or both ആണ് contravention of section 10A. ഓക്കെ, ഇനി ഈ കാര്യങ്ങൾ സബ്സിക്വന്റ് കൺവിക്ഷൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതിന്റെ രണ്ടിന്റെയും സബ്സിക്വന്റ് കൺവിക്ഷൻ സെയിം ആണ്. എന്തായിരിക്കും വരിക, up to 5 years imprisonment or up to 10,000 rupees fine or both. Okay, up to 5 years imprisonment or up to 10,000 rupees fine or both. Okay, ഇനി അടുത്തൊരു കേസ് എന്ന് പറഞ്ഞത് ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. അപ്പോ ഇതല്ലാതെ വരുന്ന ഏതൊരു പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്തിരുന്നാലും അതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് അപ് ടു 6 months imprisonment അല്ലെങ്കിൽ 500 രൂപ ഫൈൻ ഓർ ബോത്ത്. Okay, so any drugs or cosmetics which are already prohibited, but other than these drugs, if they are imported into our country, their penalty is 6 months imprisonment, up to 6 months imprisonment or up to 500 rupees fine or both. Okay, subsequent conviction ആണെന്നുണ്ടെങ്കിൽ up to 1 year imprisonment or up to 1000 rupees fine or both. Okay, സോ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് ഓർക്കുക. ഓക്കെ, ഇത് 3 വർഷം 5000 രൂപ, ഇവിടെ 6 മാസം 500 രൂപ. ഓക്കെ, അടുത്തതിലേക്ക് എത്തിയപ്പോ 5 വർഷം 10000 രൂപ, ഇവിടെ 1 വർഷം പിന്നെ 1000 രൂപ. ഓക്കെ, സോ അപ്പോ ഇങ്ങനെ മാറിയിട്ടുണ്ട് പെനാൽറ്റീസ്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ആൻഡ് ദീസ് പെനാൽറ്റീസ് ആർ ഇൻ അഡീഷൻ ടു വാട്ട് ദ പെനാൽറ്റീസ് ബൈ ദ സീ കസ്റ്റംസ് ആക്ട്. ഓക്കെ, സോ അപ്പോ ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ തന്നെ തറവാക്കി പഠിക്കുക. ഓക്കെ.